Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by ACM Care. Co-powered by Global Laboratories and Testing LLC. Co-presents Mama's International Foods. This program is brought to you by Tharwad Restaurant, UK. നിങ്ങളുടെ നിഘണ്ടുവിൽ നിന്നും അസാധ്യം എന്ന വാക്ക് എടുത്തു മാറ്റുക. വിജയം സുനിശ്ചിതം. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലൂടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നുള്ള മാഞ്ചസ്റ്ററിൻ്റെ മണ്ണിൽ വർഷങ്ങളായി മലയാളി സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി സ്റ്റോറിലാണ്. വേറെ എവിടെയല്ല, കൈരളി ഇൻ്റർനാഷണലിലാണ് നമ്മളിന്നുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഓണർമാരെ പരിചയപ്പെട്ടിട്ട് അവിടുത്തെ കൊച്ചു വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ. ബാ. നമസ്കാരം, എൻ്റെ പേര് തോമസ്. ഞാൻ ആലപ്പുഴ ജില്ലയിലുള്ള കുട്ടനാട് എന്ന സ്ഥലത്താണ് വരുന്നത്. ഞാനിവിടെ 2005 വന്നതാണ്. അപ്പം വന്നിട്ട് ഓൾമോസ്റ്റ് 20 വർഷമായി. ഞാനിവിടെ വന്നപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത്, ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ പല തസ്തികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതെൻ്റെ സുഹൃത്ത്. നമസ്കാരം, എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2003 ഇവിടെ ഒരു ഹോട്ടലിലെ ഷെഫായിട്ട് വന്നു. ഇപ്പോൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ 2012 ഒരു റീറ്റെയിൽ ഷോപ്പോട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് ഞങ്ങൾ വരുന്നത്. ഒരു കോർണർ ഷോപ്പ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ മലയാളികളുടെ ഒരു ഒഴുക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെറിയ രീതിയിൽ ഒരു ഇന്ത്യൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ഒരു ഇതിലോട്ട് ഞങ്ങൾ പോവുകയും ഞങ്ങൾ ആസ്റ്റൺ അണ്ടർലൈൻ എന്ന് പറയുന്ന ഓൾഡ് ഡാം അടുത്തൊരു സ്ഥലത്ത് ഞങ്ങളൊരു റീറ്റെയിൽ ഷോപ്പ് പ്ലസ് ഒരു ഹോൾസെയിൽ ഒരു ഇതിലോട്ട് ഞങ്ങൾ വരികയും ചെയ്തത്. അവിടെ ഏകദേശം ഞങ്ങൾ ഒരു വർഷത്തോളം ഞങ്ങൾ നിന്നപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി അവിടെ കുറവാണ്. പിന്നെ അവിടെ ആൾക്കാർ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഹോൾസെയിലിൽ ഒരു ചെറിയൊരു പാളിച്ച പറ്റി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് റീറ്റെയിലോട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വരേണ്ടി വന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഷോപ്പാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥാപനം. ഇതിൻ്റെ പേര് കൈരളി ഇൻ്റർനാഷണൽ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാടിനോട് ചേർന്നൊരു പേര് ഞങ്ങളൊന്ന് ചൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങൾ 2022 ഓഗസ്റ്റ് 15 ഇവിടെ ഈ ഷോപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അതുപോലെ നല്ലൊരു സപ്പോർട്ട് മലയാളി സമൂഹത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് ഞങ്ങളിവിടെ സാധനങ്ങൾ എത്തിക്കുന്നുമുണ്ട്. അതുപോലെ നാട്ടിൽ നിന്നുള്ള വെജിറ്റബിൾ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഞാലിപ്പൂമ്പഴം, ഏത്തയ്ക്ക, പിന്നെ നമ്മുടെ ചീര, ഡ്രം സ്റ്റിക്ക് ലീവ്സ്, വാഴക്കൂമ്പ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഫിഷും മീറ്റും ലൈവ് നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ കടയുടെ സ്പേസ് കുറവായതുകൊണ്ടും നമുക്ക് ഒരുപാട് ഇത്രയും ഐറ്റംസ് ഇവിടെ വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഞങ്ങൾ അതിൽ നിന്ന് ഡ്രോപ്പായി. ഞങ്ങളിപ്പം മാസത്തിലൊരിക്കൽ പ്രീ ഓർഡർ എടുത്ത് ഞങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഫ്രഷ് ഫിഷ്, ഫ്രഷ് മീറ്റ് ഇതെല്ലാം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങൾ ഫിഷെല്ലാം വരുന്നത്, നമ്മുടെ എക്സോട്ടിക് ഫിഷുകളെല്ലാം വരുന്നത് നാട്ടിൽ നിന്നാണ്. അത് നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടുന്നതും. അതുകൂടാണ്ട് കസ്റ്റമേഴ്സ് അവർക്ക് കംപ്ലയിൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് വേണമെങ്കിലെല്ലാം ഞങ്ങളത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റീറ്റെയിൽ ബിസിനസ്സോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു ഹോൾസെയിൽ ബിസിനസ്. ഇപ്പം ഞങ്ങളൊരു വർഷത്തിന് മേളിൽ ആയി നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങൾ ഒരു 100 ഷോപ്പുകൾക്ക് മേലിൽ ഓൾ ഓവർ UK ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ഇപ്പം അത് ഞങ്ങൾ പ്രിൻസ് ഫുഡ് എന്നുള്ളൊരു കമ്പനിയായിട്ട് കണക്ട് ചെയ്താണ് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു ഹോൾസെയിൽ ബിസിനസ്സിൽ പോയി ഞങ്ങൾക്ക് തട്ടുകേട് പറ്റിയതുകൊണ്ടും ഞങ്ങളുടെ കുറേ പൈസ നഷ്ടപ്പെട്ടതുകൊണ്ടും അവരത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടും ഞങ്ങൾ അതുപോലെ നല്ല സപ്പോർട്ടിലോടുകൂടി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ മാഞ്ചസ്റ്ററിൽ ഞങ്ങൾക്കൊരു വെയർഹൗസ് ഉണ്ട്. 1 അല്ല 2 വെയർഹൗസ് ഉണ്ട്. ഇപ്പം ആ വെയർഹൗസിൽ കണ്ടെയ്നർ ടു കണ്ടെയ്നറായിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അത് A to Z ഐറ്റം നാട്ടിലെ. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ റീറ്റെയിൽ ഷോപ്പുകളിൽ നമ്മൾ വിൽക്കുന്നുണ്ട്. ഡെയിലി ഡിലൈസ്, വിശ്വാസ്, മേവൽ, ഇങ്ങനെ പറയുന്ന എല്ലാ കമ്പനികളുടെയും, കിച്ചൺ ട്രഷർ, അങ്ങനെയുള്ള എല്ലാ കമ്പനികളുടെയും സാധനങ്ങൾ നമ്മുടെ ഇവിടെ എത്തിച്ച് ഈസ്റ്റേൺ നമ്മുടെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോൾസെയിലിലോ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് പ്രിൻസ് ഫുഡ്, പിന്നെ ഡബിൾ ഗോൾസിൻ്റെ പാർഷ്യൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
പിന്നെ കേരള ടേസ്റ്റ് എന്നുള്ളൊരു കമ്പനിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോയൽ എന്നുള്ളൊരു ബ്രാൻഡ്, അത് ഫ്രോസൺ മാത്രമേ ഉള്ളൂ. അതും ഞങ്ങൾ ഇത്രയൊരു 3-4 ബ്രാൻഡ് ഇപ്പം ഞങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഹോൾസെയിൽ. അപ്പം പുതിയൊരു വെയർഹൗസ് ഇപ്പം ന്യൂലി എടുത്ത് ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരെണ്ണം എടുത്ത് ഞങ്ങൾ അതിൻ്റെ സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നാട്ടിൽ നിന്നുള്ള കൂടുതൽ ഐറ്റംസ് ഞങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാനും പറ്റും. ഓൾ ഓവർ UK നമുക്ക് ഞങ്ങളുടെ കടയിലുള്ളതുപോലെ തന്നെ എല്ലാ കടകളിലും ഞങ്ങൾക്ക് സാധനം എത്തിച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് നിലവിൽ സാധിക്കുന്നുണ്ട്. കൈരളി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മലയാളിക്കട മാത്രമായിട്ടല്ല, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എല്ലാ ഐറ്റംസും നമ്മുടെ കടയിലുണ്ട്. അതിപ്പം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതുപോലെ ഗ്രഹോപകരണങ്ങൾ, നമുക്ക് നല്ലൊരു വൈഡ് റേഞ്ച് ഗ്രഹോപകരണങ്ങൾ നമുക്കുണ്ട്. അതുപോലെ നാട്ടിൽ നിന്നുള്ള വിളക്കുകൾ, പിന്നെ രൂപങ്ങൾ, പൂജയ്ക്കുള്ള പൂജാ സാധനങ്ങൾ, ഇങ്ങനെയെല്ലാം നമ്മുടെ കടയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഓണം വരുമ്പോൾ ഓണ സമയത്തെ ഫ്രഷ് ആയിട്ടുള്ള വെയിറ്റുകൾ, നമ്മുടെ നാട്ടിലെ വെയിറ്റുകൾ ചില സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ആ പർട്ടിക്കുലർ ടൈമിലോട്ട് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മൾ പച്ചക്കറികളോടെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഇവിടെയുള്ള അസോസിയേഷനുകളിലൊക്കെ, പ്രത്യേകിച്ച് MMA, MMCA ഇങ്ങനെയുള്ള അസോസിയേഷനുകളിലൊക്കെ നമ്മൾ വെയിറ്റുകൾ നമ്മൾ ഓണ സമയത്ത് അവർ നമുക്ക് മുൻകൂർ ഓർഡർ തന്ന് നമ്മൾ അവർ പറയുന്ന സമയത്ത് തന്നെ അവർ സ്ഥലങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് പ്രിൻസി എന്നാണ് പേര്, പിന്നെ 3 മക്കൾ. ഇതാണ് എൻ്റെ ഒരു ഫാമിലി. ഈ ബിസിനസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഭവമല്ല, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പം ഞങ്ങളൊക്കെ, ഞാനും തോമസ്, ഇപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ പാർട്ട്നേഴ്സ്, ഞങ്ങൾ രാവിലെ 5 മണിക്കും 6 മണിക്കും ഒക്കെ എഴുന്നേറ്റ് ഞങ്ങൾ ഈ കടയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ഞങ്ങൾ ചിലപ്പം വൈകിട്ട് 10 മണി 12 മണി, ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ളവരാണ്. നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കടയിൽ ഫ്രോസൺ സെക്ഷൻ തന്നെ ഉണ്ട്. ആ സെക്ഷനിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം വെജിറ്റബിള്, നാട്ടിലെ വെജിറ്റബിൾസും നാട്ടിലെ സ്നാക്സ്, ഓൾമോസ്റ്റ് എവരി സ്നാക്സ്. ഇപ്പം ഞാൻ ബേസിക്കലി കുട്ടനാട്ടിൽ നിന്നാണ്. കുട്ടനാട്ടിൽ കിട്ടാത്ത സ്നാക്സ് വരെ ഇപ്പം ഇവിടെ UK കിട്ടുന്നുണ്ട്. അത് നമ്മുടെ കടയിൽ എല്ലാം ഉണ്ട്. പൊറോട്ട, പല വെറൈറ്റീസ് പൊറോട്ട, കപ്പ, പല വിലയുള്ള കപ്പ, ഡെയിലി ഡീലേഴ്സിൻ്റെ കപ്പയാണെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ വില കുറച്ച് ഇട്ടിരിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് എനിക്കൊന്ന് 319 ഒക്കെയാണ്, പലയിടത്തും 319 to 349 വരെ കിടക്കുന്നിടത്ത് നമ്മൾ 299 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുപോലെ വിലയും നമ്മൾ വളരെ ഫീസിബിളായിട്ടും വില കുറച്ചുമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണാവുന്നതായിരിക്കും ഫ്രോസൺ സെക്ഷനിൽ ചെന്ന് കഴിയുമ്പം. ഓക്കെ. പിന്നെ എൻ്റെ ഫാമിലി, എനിക്ക് 3 മക്കളാണ്. ഞങ്ങളിവിടെ ഓൾട്രിഹാം എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3-4 സ്റ്റാഫുണ്ട്. അതിൽ 2 പേര് നമ്മുടെ പെർമനൻറ്റ് സ്റ്റാഫും ബാക്കിയുള്ളൊരു പാർട്ട് ടൈം ജോബ്സുമാണ് ചെയ്യുന്നത്. പെർമനൻറ്റ് സ്റ്റാഫുള്ളവർക്കെല്ലാവരും നമ്മൾ തന്നെ വിസ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഈ കൈരളി ഈ നിലയിൽ എത്തുന്നതും ഇപ്പോൾ ഇതിങ്ങനെ നല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മൾ എപ്പോഴും തിരക്കാണ്, ഞങ്ങളെപ്പോഴും ബിസി വിത്ത് ഹോൾസെയിലാണ്. അപ്പം ഞങ്ങൾ രാവിലെ വരും, ഞങ്ങൾ ഇവർക്കുള്ള സാധനം എത്തിച്ചു കൊടുക്കും. പിള്ളേരാണ് ഈ കട മാനേജ് ചെയ്യുന്നത്. ഇവിടെയുള്ള പല പ്രൊഡക്ട്സും എനിക്കറിയത്തില്ല, എല്ലാം പിള്ളേർക്കേ അറിയത്തുള്ളൂ. ഇവൻ കസ്റ്റമർ ചോദിച്ചാൽ പോലും ഞാൻ പിള്ളേരെ വിളിച്ച് പറയും, എടാ മക്കളെ ഒന്ന് നോക്കണമെന്ന് പറയും. എനിക്കറിയത്തില്ല പല കാര്യങ്ങളും, പിള്ളേർക്കാണ് അറിയാവുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ട്സ് പറയുവാണെങ്കിൽ ഇപ്പം നമുക്കൊരു 12 ടൈപ്പ് ഓഫ് പുട്ടുപൊടി, ഒരു 7-8 ടൈപ്പ് ഓഫ് റവ, പിന്നെ നമ്മുടെ റൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, മട്ട റൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1199 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്. 1199, 1299, 1399, 1499 അങ്ങനെയാണ് ഞങ്ങളുടെ പ്രൈസ് കിടക്കുന്നത്. പിന്നെ പല ഇൻ ഷോപ്പ് ഓഫേഴ്സും ഉണ്ട്. അത് ആഴ്ച മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഈ അവസ്ഥയിൽ ഇപ്പം നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് പോകുന്നു. അതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ നിവാസികൾക്കും എത്ര നാളും ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഈശ്വരനും നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ഏഷ്യാനെറ്റ് പ്ലസിൻ്റെ പിന്നെ ക്യാമറാമാനും എല്ലാവർക്കും ഞങ്ങളുടെ ഇതേ നിറഞ്ഞ നന്ദി. നമസ്കാരം. ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ മാഞ്ചസ്റ്ററിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും അതുപോലെയുള്ള ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾ, അപ്പം തുടർന്നും ഇവരുടെ എല്ലാം സേവനങ്ങളും സഹായവും ഇവരുടെ എല്ലാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ജോയ് ആലുക്കാസ് ഗോൾഡ് ടവറാണ്, കൊച്ചി. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിനൊരു റീസൺ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് നല്ലൊരു വീടാണല്ലേ. നല്ലൊരു വീട് അടിപൊളിയാവാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയേഴ്സും നമുക്ക് വേണം. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരം ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സിനെയാണ്. മറ്റാരുമല്ല, തോമാർ ഇൻറ്റീരിയേഴ്സ് കൊച്ചിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് തോമാർ ഇൻറ്റീരിയേഴ്സിൻ്റെ MD കൂടിയായിട്ടുള്ള ജോമോൻ തോമസ് സാറാണ്. സാറെ നമുക്ക് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം സാർ. ഓക്കെ. നമുക്കറിയാം
തോമർ എന്ന് പറയുന്ന ഇൻറ്റീരിയേഴ്സ് ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ മെയിൻ ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻറ്റീരിയർ ടീമാണ് കേരളത്തിൽ. മാത്രമല്ല കുറേ കാര്യങ്ങൾ തോമറിനെ പറ്റി നമുക്ക് അറിയാനുണ്ട്. സോ സാറ് എന്നാണ് നമ്മളുടെ തോമർ ഇൻറ്റീരിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ഒരു ജേർണി ഒന്ന് പറയാമോ? ഹായ്, ഞങ്ങൾ 2018 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അറൗണ്ട് ഒരു 6-7 ഇയേഴ്സായി ഇൻഡസ്ട്രിയിലുണ്ട്. തോമർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീരിയർ ബ്രാൻഡാണ്. ഞങ്ങൾ കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, കൊച്ചി കടവന്ത്രയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നിലവിൽ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തും പാലക്കാടുമായിട്ട് ഞങ്ങളുടെ ഷോറൂംസ് ഉണ്ട്. ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ ഇൻറ്റീരിയർ പ്രൊജക്റ്റുകളാണ്. അതൊരു 10K ബേസിസിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓൾ കേരളയിൽ ഞങ്ങൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. കൂടാതെ കോയമ്പത്തൂരും ബാംഗ്ലൂരും നിലവിൽ ഞങ്ങൾ വർക്കുകൾ ചെയ്തു പോരുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു രംഗത്ത് കോമ്പറ്റീഷൻസ് ഒരുപാടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഒരു സെയിം പ്രൊജക്റ്റ് തന്നെ പല റേറ്റിൽ നമ്മളുടെ ആൾക്കാരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ എന്താണ് തോമർ ഇൻറ്റീരിയേഴ്സിൻ്റെ പ്രത്യേകത? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്നത്? സോ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറയുമോ? ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻറ്റീരിയേഴ്സിൻ്റെ പ്രൈസിങ്ങിലല്ല, അതിൻ്റെ ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലുമാണ്. നമ്മളെപ്പോൾ ഹൈ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണോ, എപ്പോഴൊക്കെ നമ്മൾ പ്രീമിയം ഫിനിഷ് നമ്മുടെ പ്രൊഡക്റ്റിന് കൊണ്ടുവരണോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈസിങ് അവിടെ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് പ്രൈസിങ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറീസ് ലോ ക്വാളിറ്റി മെഷീനറീസ് യൂസ് ചെയ്യുക. ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമറൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ സൈഡ് എഫക്റ്റ് വരുന്നത്. വൺസ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ എങ്ങനെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നതിൽ അടിയുറച്ചിട്ടുള്ള ഒരു വർക്കായിരിക്കും തോമർ ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ, ഫിനിഷിങ് കോംപ്രമൈസ് ചെയ്യാതെയാണ് ഓരോ പ്രൊജക്റ്റുകളും കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിലുപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വളരെ ബ്രാൻഡഡും ക്വാളിറ്റി ഉള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈസിങ് ഉണ്ടാവും. എന്നിരുന്നാൽ കൂടെയും അത് കസ്റ്റമർക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹൈ എൻഡ് പ്രൈസിങ്ങിലോട്ട് പോകുന്നില്ല, എന്നാൽ ബിലോ ആവറേജിലും പോകുന്നില്ല. ഒരു മീഡിയം റേഞ്ചിലുള്ള പ്രൈസിങ്ങാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. സോ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് തോമർ ഇൻറ്റീരിയേഴ്സ് യൂസ് ചെയ്യുന്നത് ആൻഡ് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. ഞങ്ങൾ അതിന് 2 രീതിയിലാണ് കാണുന്നത്. ഒന്ന് ബേസ് മെറ്റീരിയൽ, 2 സർഫസ് ഫിനിഷ് മെറ്റീരിയൽസ്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റി തന്നെ നോക്കിയിട്ടാണ്. ക്വാളിറ്റിയും ബ്രാൻഡും അതിൻ്റെ വാറണ്ടിയും നോക്കിയിട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് മെറ്റീരിയൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പ്ലൈവുഡ് ഉണ്ട്. അത് ഇമ്പോർട്ടഡ് പ്ലൈ ഉണ്ട്, ഗർജൻ, ഫുൾ ഗർജൻ അതിൻ്റെ കോറ് വരുന്നതാണ്. ഈ പ്ലൈവുഡിൻ്റെ ഒക്കെ ക്വാളിറ്റി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പീഷ്യസ് വുഡ്, അതിൻ്റെ കോറ്, അതിൻ്റെ കാലിബ്രേഷൻ, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടിട്ടാണ് ഒരു പ്ലൈവുഡിന് നമ്മൾ അത് ഒരു ഹൈ ക്വാളിറ്റി ആണോ എന്ന് വിലയിരുത്തുന്നത്. ഇതിനൊക്കെ വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൺ ഓഫ് ദി പ്രൊഡക്റ്റാണ് ഫുൾ ഗർജൻ പ്ലൈവുഡ്. 2 ഞങ്ങൾക്ക് വെറ്റ് ഏരിയയിൽ പല ഭാഗത്തും ഞങ്ങൾക്ക് ഇൻറ്റീരിയർ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങളുടെ ബാത്റൂംസിൽ വാനിറ്റി കൗണ്ടർ വരാറുണ്ട്. അതുപോലെ കിച്ചൺ സിങ്കിൻ്റെ ബോട്ടം യൂണിറ്റ് വാട്ടറുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. പ്ലൈവുഡ് ഞങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. എന്നിരുന്നാൽ പോലും ഒരു എക്സ്ട്രാ പ്രിക്വേഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അവിടെ WPC യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനലൈസ് ചെയ്ത് ഹൈ ഡെൻസിറ്റിയിലുള്ള WPC ആണ് ഞങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ 2 പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ ബേസ് മെറ്റീരിയലായിട്ട് കസ്റ്റമേഴ്സിന് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. 2 സർഫസ് ഫിനിഷ് മെറ്റീരിയൽസ് പ്രൊഡക്ട്സുകളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ലാമിനേറ്റ്സ് ഞങ്ങൾക്ക് അവൈലബിളാണ്. അത് മെറീനോ, ഗ്രീൻ ലാമ്പ് പോലെയുള്ള ലീഡിങ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വെർജിൻ ആയിട്ടുള്ള ലാമിനേറ്റ്സ് ആണ്. റീസൈക്കിൾ ചെയ്തു വരാത്ത ലാമിനേറ്റ്സുകളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് അക്രിലിക്, അതുപോലെ വെനീർസ്, ലാക്വേർഡ് ഗ്ലാസ്, PU പെയിൻറ്റ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ സർഫസ് ഫിനിഷിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ ഇൻറ്റീരിയറിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഹാർഡ്വെയർസ്, ആക്സസറീസ്. ഇതൊക്കെ നമുക്ക് ലോക്കലി സോഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ലോങ് ഡ്യൂറബിൾ ആയിട്ട് ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യുന്ന കുറേ ബ്രാൻഡുകൾ ഞങ്ങൾ സോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹെട്ടിച്ച് പോലെയുള്ള ബ്ലൂം, ഹെട്ടിച്ച്, ഹാഫ്ലെ പോലെയുള്ള ബ്രാൻഡുകൾ ഞങ്ങൾ റെഗുലറായിട്ട് ഞങ്ങളുടെ പ്രൊജക്റ്റുകളിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു 6 year ആയിട്ടുള്ള കമ്പനിയാണ് തോമർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത്. സോ
തോമറിൻ്റെ ടീം സ്ട്രെങ്ത്, നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് നമ്മളുടെ സ്റ്റാഫ്സ് എന്നൊക്കെ അറിയാം. സോ തീർച്ചയായിട്ടും അവരുടെ എഫേർട്സും കൂടിയാണ് നമ്മളുടെ ഗ്രോത്തിന് പിന്നിൽ. സോ അവരെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ 1 തുടങ്ങി ഇപ്പോൾ ഏകദേശം 75 പേരോളം ആയി ഞങ്ങളുടെ ഈ ഡയറക്റ്റ് സ്റ്റാഫ് സ്ട്രെങ്ത്. ഇൻഡയറക്റ്റായിട്ടും ഏകദേശം അത്രയും തന്നെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രൊജക്റ്റുകളിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്, ആ സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഒത്തിരി കാര്യങ്ങൾ തോമർ ഇൻറ്റീരിയേഴ്സിനെ പറ്റി സാർ ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും ഒത്തിരി ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ലൈക്ക് ഇൻറ്റീരിയർ രംഗത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ടെങ്കിലും എന്തുകൊണ്ട് തോമർ ചൂസ് ചെയ്യണം എന്നുള്ളതിന് പ്രേക്ഷകർക്ക് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഒപ്പം തോമർ ഇൻറ്റീരിയേഴ്സിൻ്റെ ബാക്കിയുള്ള പ്രൊജക്ട്സിനും ഗ്രോത്തിനും ഒത്തിരി ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ ഇൻറ്റീരിയേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ മനസ്സിലാക്കാണോ അല്ലേ? സോ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദേവിക സൈനിങ് ഓഫ്. ബൈ. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. Hello everyone, welcome to yet another beautiful episode with DC Jewelers Gold and Diamonds. നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ടീനേജേഴ്സിനും മിഡിൽ ഏജിനും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ്. ഇത് ഏത് റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 20K അല്ലേ? 20, 25K, 30, 35 നല്ലത് കിട്ടും. ഒരു 25,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഒരു 30, 35 ബെസ്റ്റാണ്. എനിക്കെപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ യൂസേജ് മാത്രമല്ല, നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ 25,000, 30,000 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് അല്ലേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ? കുറച്ച് കളക്ഷൻസ് അതിൽ കാണിച്ചാലോ? ഓക്കെ. ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിൾസ് ആട്ടോ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ടിക് ടാക്കാണ് കേട്ടോ. ദാറ്റ് ഇസ് ഏത് ഫിസ്റ്റിലോട്ടും കയറും. ഓക്കെ, കണ്ടോ? ഇങ്ങനത്തെ ഇഷ്ടംമാതിരി വെറൈറ്റീസാണ് ഡി സിയിൽ കേട്ടോ. കണ്ടോ? ഇങ്ങനെ ഓപ്പണബിൾ. ഇതൊക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 കാരറ്റ് ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെഗുലർ യൂസേജിന് ഹൈലി റെക്കമെൻഡഡാണ്, പൊട്ടത്തില്ല. ഇതൊക്കെ ലൈറ്റ് വെയ്റ്റിലുള്ള പെൻഡൻ ചെയിൻസ് ആണ് കേട്ടോ. പെൻഡൻ ചെയിൻസിൽ ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കണ്ടോ? ഭയങ്കര ഡിഫറെൻറ്റ് ചോയ്സസ് ആണേ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ലവ് സൈൻ ഉള്ളത്. ഒരു റേഡിയേറ്റിംഗ് ലവ് സൈനാണ്. കണ്ടോ? നല്ല ഭംഗിയുള്ള പീസസ് ആണ്. ഇതൊക്കെ റെഗുലർ യൂസിന് ഹൈലി റെക്കമെൻഡഡ് അല്ലേ? പൊട്ടില്ലല്ലോ അല്ലേ? റെഗുലറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. 18 കാരറ്റിലായതുകൊണ്ട് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. മോഡേൺ ഔട്ട്ഫിറ്റ്സിനോടെയും അത്യാവശ്യം ഒരു ചെറിയ പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന പീസസ് ആണ്. പിന്നെ അതിൻ്റെ തന്നെ കരിമണിയുടെ വേർഷൻസൊക്കെ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. കണ്ടോ? മംഗൾസൂത്ര കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളിടുന്ന ഒരു പീസാണ് മംഗൾസൂത്ര. നോർത്ത് ഇന്ത്യൻ ട്രഡീഷനാണ്, പക്ഷേ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഇഷ്ടംമാതിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി സ്റ്റൈലിഷ്. ദർ ഇസ് ബ്ലാക്ക് ബീഡ് കോമ്പിനേഷൻസ് വരുന്നതാണ് വിത്ത് ഡയമണ്ട്സ്. ഇറ്റ്സ് വെരി എലഗൻറ്റ് ആൻഡ് ക്ലാസിക്. കണ്ടോ? നല്ല ഭംഗിയുള്ള പീസസ് ആട്ടോ. പിന്നെ അതിന് തന്നെ സ്റ്റാക്കബിൾ മോഡൽസ് ഉണ്ട് അല്ലേ? സ്റ്റാക്കബിൾസ് ഉണ്ട്. സ്റ്റാക്കബിൾസ് നല്ല ഷെയ്ലുള്ള ഭംഗിയുള്ള പീസസ് ആട്ടോ. കണ്ടോ? രണ്ടെണ്ണം ഒരുമിച്ച് വരുന്നു. ഓക്കെ, കണ്ടോ? നല്ല സ്റ്റാക്കബിൾസ് ഉണ്ട്. പിന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള
ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു പീസാട്ടോ. നോക്കിയേ, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോൺസിൻ്റെ കട്ട്സാണ്, ബക്കറ്റ് കട്ടാണ്. ബക്കറ്റ് കട്ടിൽ എസിമെട്രിക്കലായിട്ട് വെച്ചിരിക്കുന്നു. കഴുത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേലാണ് കേട്ടോ. പിന്നെ ഡബിൾ ഹുക്ക് ആയതുകൊണ്ട് മറിഞ്ഞും വെയിലല്ലേ. എനിക്കത് അതിൻ്റെ ഹൈലൈറ്റ് തോന്നിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മറിയുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈ ഡബിൾ ഹുക്കാകുമ്പോൾ നല്ലതാണ്. പിന്നെ നമുക്ക് റിങ്സിലോട്ട് പോവാം. കുറച്ച് ഹെവി മോഡൽ റിങ്സാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതിലും ക്ലോസ് സെറ്റിംഗ് ഉണ്ട്, ഓപ്പൺ സെറ്റിംഗ് ഉണ്ട്. കണ്ടോ നോക്കിയേ. ഇനി ഇതിൽ തന്നെ വേറൊരെണ്ണം കാണിച്ചു തരാം. ഭയങ്കര എലഗൻറ്റ് ചോയ്സാണ്. ടോർട്ടോയ്സ് കണ്ടോ. ടോർട്ടോയ്സിൽ ഭയങ്കര ഷെയ്ലുള്ളൊരു ക്യാഡാണ് കേട്ടോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ചോയ്സ് ഇൻ ദ ടോർട്ടോയ്സ് മോഡൽ. പിന്നെ ദേ സോളിറ്റയറിൻ്റെ റിങ്സ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. ഇവരെപ്പോഴും പറയും കളേർഡ് സ്റ്റോൺ. കണ്ടോ ഭയങ്കര ഷെയിലാട്ടോ. ഞങ്ങളുടെ ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റാണ്. ശരിക്കും ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റ് തന്നെയാണേ. ഭയങ്കര നല്ലൊരു ചോയ്സാണ്. പിന്നെ നമ്മുടെ ഒരു 5000, 6000, 8000 രൂപയുടെ റേഞ്ചിലുള്ള റിങ്സും കൂടി ഒന്ന് കാണിച്ചേ പിള്ളേർക്ക്. ഇഷ്ടംമാതിരി നമുക്കൊരു 6000, 7000 ഇതൊക്കെ പല റേഞ്ചും ഉണ്ട്. 6000 ഓൺവേർഡ്സ് നമുക്ക് റിങ്സ് ഉണ്ട് കേട്ടോ, ഡയമണ്ട് റിങ്സ്. നമ്മുടെ ലവ്ഡ് വൺസിന് ഗിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടംമാതിരി ചോയ്സസ് ഉണ്ട്. താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ചു കഴിഞ്ഞാൽ വിൽ ഗിവ് യു അസിസ്റ്റൻസ് ഓൺ ദ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് ഓൾ ദോസ്. പറ്റാന്നിരിക്കും നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യണം, എന്നാലല്ലേ നമ്മുടെ കളക്ഷൻ അറിയാൻ പറ്റുള്ളൂ. കണ്ടോ സ്റ്റാഫ് പറയുന്നു കേട്ടോ, ഈവിൾ ഐയുടെ സ്പെഷ്യൽ ഇത്. ചില പ്രോഡക്റ്റ്സ് നമ്മൾ വരുമ്പോൾ തന്നെ പറയും ഇറ്റ്സ് എ ഹിറ്റ്. കണ്ടോ ഈവിൾ ഐനെ റെസിമ്പിൾ ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയമണ്ട് ക്യാൻഡുള്ള ബ്യൂട്ടിഫുൾ റിങ്. ഇങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ ഭയങ്കര ഇതുണ്ട്, അതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണേ. നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു 5000 ഡ്രസ്സ് വേണോ, അല്ലെങ്കിൽ 6000 ഡ്രസ്സ് വേണോ, അല്ലെങ്കിൽ നല്ലൊരു ഡയമണ്ട് റിംഗ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. നമസ്കാരം, ഞാൻ അബി. ഞാനിപ്പോൾ നിൽക്കുന്നത് ലീഡ്സിലെ പ്രശസ്തമായ തറവാട് റെസ്റ്റോറൻറ്റിന് മുമ്പിലാണ്. നമുക്ക് ആദ്യമായിട്ട് തറവാട്ടിലെ ചേച്ചിയെ പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് സിനി. ജേക്കബ്. UK വന്നിട്ട് എത്ര നാളായി? UK ഞാൻ ആദ്യം 2005 വന്നത്. ആദ്യം ഞാനപ്പോൾ മാരീഡ് അല്ലായിരുന്നു. പിന്നെ 2007 മാരേജ് ആയത്. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് 2007 ഇവിടെ വന്നു. പിന്നെ മോൾ ഇവിടെ ജനിച്ചു. ലീഡ്സ് തന്നെയായിരുന്നു ഇത്ര നാളെ? അതെ, ലീഡ്സ് തന്നെയായിരുന്നു ഞങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ. തറവാട്ടിൽ എങ്ങനെയാ ആദ്യമായിട്ട് വന്നത്? ഞങ്ങൾ UK വന്നപ്പോൾ മുതൽ ഇന്ത്യൻ ഫുഡിന് വേണ്ടി ഞങ്ങൾ എല്ലാ റെസ്റ്റോറൻറ്റിലും ഞങ്ങൾ പോകുമായിരുന്നു. എന്നിട്ടൊന്നും നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടിയില്ലായിരുന്നു. പിന്നാണ് നമ്മൾ അറിഞ്ഞത് കേരള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാണെന്ന് പറഞ്ഞ്, തറവാടെന്ന് പറഞ്ഞ് കേട്ടു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. തുടങ്ങിയ അന്ന് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ല, പിറ്റേ ദിവസമാണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ അന്ന് വന്നപ്പോൾ മുതൽ ഞങ്ങൾ എല്ലാ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഡിപ്പെൻഡ്സ് ഓൺ ദ ലീവ് എല്ലാം കിട്ടുന്ന അനുസരിച്ച് നമ്മളിവിടെ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെയാണ് ഇത്രയും വർഷത്തിൽ എത്രയോ റെസ്റ്റോറൻറ്റ്സിൽ പോയെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഒരു ഫ്ലേവർ കിട്ടിയത് ഈ തറവാട്ടിലെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കേരളയുടെ ഒരു ട്രഡീഷണൽ ടേസ്റ്റും ഫ്ലേവറും കിട്ടിയത് ഇവിടുത്തെ തറവാട്ടിലെ ഫുഡ് കഴിച്ചപ്പോഴാണ്. പിന്നെ അന്ന് മുതൽ ഇതുവരെ ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ടില്ല. നമുക്ക് ഏതൊക്കെ റെസ്റ്റോറൻറ്റ് പിന്നെ വന്നിട്ടുണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാ വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബെസ്റ്റ് പ്രിഫറൻസ് ഉള്ളത് തറവാട് തന്നെ. തറവാട് നാട്ടിലുമായിട്ട് എങ്ങനെയാ അപ്പൊ ഫ്ലേവേഴ്സ് വൈസ് നാടുമായിട്ടുള്ള നൊസ്റ്റാൾജിയ എങ്ങനെയായിരിക്കും? അതാണ് ഞങ്ങൾ ആദ്യം ഇവിടെ കയറി വന്നപ്പം തന്നെ നമ്മുടെ ഒരു പഴയകാല കേരള തറവാട്ടിലോട്ട് കയറി വരുന്ന ഒരു പ്രതീതിയായിരുന്നു. ആദ്യം ഇവിടെ എൻ്റർ ആയപ്പോൾ മുതൽ നമ്മുടെ അതിന്റെ കഥകളിയുടെ സ്റ്റാച്യുവും നിലവിളക്കവും ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ 2014 പറഞ്ഞാൽ ഇപ്പൊ ഇച്ചിരി അങ്ങോട്ട് യൂഷ്വലായി. പക്ഷെ ആദ്യം വന്നപ്പോഴത്തേക്ക് നമുക്ക് സ്വന്തം ഒരു തറവാട്ടിലെ നാട്ടിൽ കയറി ചെല്ലുന്ന ഒരു പ്രതീതിയായിരുന്നു ആദ്യം വന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇവിടുത്തെ ഓണേഴ്സിനെ ഒക്കെ പരിചയപ്പെട്ടു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ കൂടുതൽ ഫ്രണ്ട്ലി ആണ്. ഒരു ബോണ്ട് തന്നെ ക്രിയേറ്റ് ആയി തറവാട്ടിൽ വന്നപ്പോൾ. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഓണറായിട്ടുള്ള ഓണേഴ്സിനെ 2-3 പേരെ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ വരുമ്പോഴത്തേക്ക് അത്ര കെയറിങ് ആണ്. ഇവിടെ വരുമ്പോൾ നമ്മളെ വെരി ഗുഡ് സ്റ്റാഫ്, ഫുഡ് ആണെങ്കിലും നമുക്ക് വേണ്ട രീതിയിൽ
നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് എത്ര സ്പൈസി ആയിട്ട് വേണം അതെല്ലാം നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മളെ ഒരു ബെസ്റ്റ് കസ്റ്റമർ കെയർ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് പോലെ നമുക്ക് അതായത് ഫ്രണ്ട്ലി ആണ് അവര്. തറവാട് എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറന്റ് മാത്രമല്ല, ഒരു ഫാമിലി ഫീൽ അതാണ് പറഞ്ഞത്. എല്ലാരും ഒരു ഫാമിലി പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി പറഞ്ഞറിയിക്കാനായിട്ട് പറയുന്നത് സിബിയുടെ പേരും പ്രത്യേകം മെൻഷൻ ചെയ്യണം. പ്രകാശ്, നമുക്ക് അവരെയൊക്കെ നന്നായിട്ട് ഭയങ്കര ക്ലോസ്. എപ്പോ വന്നാലും ചേച്ചി ചേട്ടാന്ന് പറഞ്ഞുള്ള ഒരു സ്നേഹവും എല്ലാം നമ്മളോട്, അത് സ്വന്തം വീട്ടിൽ വന്ന് കയറുന്ന പോലെ ഒരു പ്രതി. നമ്മൾ റെസ്റ്റോറന്റിൽ പോയി നമുക്ക് അറിയില്ലാത്ത പോലെ ഉണ്ടാക്കും, പക്ഷെ ഇവിടെ വന്ന നമുക്ക് എന്തും നമ്മളെ സ്വന്തം. ജേക്കബേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട തറവാട്ടിലെ ഫുഡ് ഏതാണ്? തറവാട്ടിൽ വരുമ്പോ, അതായത് നാട്ടിൽ നിന്ന് മസാല ദോശ. എവിടെ പോയാലും മസാല ഓക്കെ. അപ്പൊ എല്ലാ പ്രാവശ്യം വരെ മസാല ദോശ കഴിക്കുന്നത്? അതിന്റെ മസാല ദോശ ചൂസ് ചെയ്യുന്ന മറ്റുള്ള ഡിഷസ് അല്ലാതെ മസാല ദോശ റിയലി നാട്ടിലെ ഓർമ്മ വരും. നാട്ടിൽ പോകുന്ന അതേ ടേസ്റ്റ്, അതേ ഫ്ലേവേഴ്സ്. അതായത് നാട്ടിൽ ഇരുന്ന് മസാല ദോശ കഴിക്കുന്ന സെയിം ഫീലാണ് ഇവിടെ വരുമ്പോൾ കഴിക്കുന്നത് അല്ലേ? അത് മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ തറവാട് ഓണേഴ്സ് ദേ ആർ സ്പോൺസേഴ്സ് ഫോർ അവർ ലീഡ്സ് പ്രീമിയർ ലീഗ്. ഞങ്ങളുടെ ടീമിനെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇവർ കുറെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. എന്നാലും ഞങ്ങളുടെ ടീമിനെ, ഞങ്ങളുടെ ക്ലബിനെ മുമ്പോട്ട് പോകാൻ കാരണം ഇവർ വരും. ഓ, അപ്പൊ റെസ്റ്റോറന്റ് മാത്രമല്ല ക്ലബിനെ സ്പോൺസർ. അപ്പൊ ഇത് ക്രിക്കറ്റ് ക്ലബ് ആണല്ലേ? വാവ്. ഞാനൊരു ആൻസെസ്ട്രൽ ഹോം ഫീലിംഗ് ആണ്. അതായത് അപ്പൊ ഇവിടെ വരുമ്പോ എന്തെങ്കിലും മെമ്മറീസ്, അതായത് നമ്മൾ എപ്പോഴും ഓർത്ത് ചിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷപ്പെടുന്ന എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ ഇവിടെ തറവാട്ടി വെച്ചിട്ട്? ദിവസം ഞങ്ങള് ഫാമിലി ആയിട്ട് വരുവാന്ന് പറഞ്ഞ് ഇവിടെ ഭക്ഷണത്തിന് വന്നിരുന്നു. അപ്പോ ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ, എന്റെ ബർത്ത്ഡേയുടെ ദിവസമായിരുന്നു. പക്ഷെ സർപ്രൈസ് പാർട്ടി ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്റെ ഫ്രണ്ട്സിനെ എല്ലാരെയും കണ്ടു. മേലെ ഞങ്ങള് ഓണർ സിബി ആയിരുന്നു അന്നേ ഹെൽപ്പ് ചെയ്ത്, പ്രകാശ് എല്ലാരും ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എല്ലാ റെസ്റ്റോറൻറ്റുള്ള എല്ലാവരുടെ ആൾക്കാരുടെ മുമ്പിൽ ഇവരൊരു കേക്കുമായിട്ട് വന്നു. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ദ ഫുൾ റെസ്റ്റോറന്റ് കേൾക്കുന്ന പോലെ പാട്ട് പാടി. I was so happy experience. ഇപ്പോഴും അത് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്. സർപ്രൈസ് ആയിരുന്നു. അത് എല്ലാരും സർപ്രൈസ് ആണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഒരു ഗെറ്റ് ടുഗദർ. പക്ഷെ അവസാനം ഇവിടെ റെസ്റ്റോറന്റുകാർ ഒപ്പിച്ച ഒരു പണിയുണ്ട്. ഒരു കേക്ക്, അതിനകത്ത് ഒരു ഇതെല്ലാം തിരിച്ചുണ്ട്. എല്ലാരും ഫുൾ സെറ്റ് ഓഫ് സ്റ്റാഫ് ഫുൾ വന്നിട്ട് കേക്കുമായിട്ട് വന്നിട്ട് വിഷ് ചെയ്ത്. മൈ ഗോഡ്, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓർത്തോർത്ത് ഇപ്പോഴും ഭയങ്കര ഒരു ഇതാ. എല്ലാവരുടെ എന്നിട്ട് മൊത്തം റെസ്റ്റോറന്റിലുള്ള ഇംഗ്ലീഷുകാര് മൊത്തം ഉണ്ട്. അവരെല്ലാവരുടെ കൂടി ഹാപ്പി ബർത്ത്ഡേ പാടിയത്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജാസ്മിൻ ഇവിടെയല്ലേ ജനിച്ചു വളർന്നത്? അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് എന്താ തറവാട്ടി വരുമ്പോ? ഒബ്വിയസ്ലി നാട്ടിലൊക്കെ പോകുമ്പോൾ ഇന്ത്യൻ ഫുഡാണ് കഴിക്കുന്നത്. അമ്മച്ചി വീട്ടിൽ തന്നെ കഴിക്കുമ്പോൾ നോസ്റ്റാൾജിക് ഫീൽ വരും. നല്ല സ്പൈസി ആയിട്ടുണ്ടാവും. ഓക്കെ, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ തറവാടിനെ കുറിച്ച്. ഞങ്ങളുടെ ഞാൻ കുറച്ച് പള്ളിയിലൊക്കെ ആക്റ്റീവായിട്ട് ഒരു മെമ്പറാണ്. പിന്നെ വേറെ സോഷ്യൽ കമ്മ്യൂണിറ്റിയിലൊക്കെ പ്രോഗ്രാം വരുമ്പോൾ നമുക്കൊരു ഫണ്ട് റൈസിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ചോദിച്ചാലുണ്ടല്ലോ, ഒരു മടിയും കൂടാതെ ഇതിന്റെ ഓണേഴ്സ്, ബിസിനസ് അല്ല, അവർ കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. നമുക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർ സ്പോൺസർഷിപ്പ് ആയിട്ട് കുറച്ച് പൈസയൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യും. അത് ഒത്തിരി കമ്മ്യൂണിറ്റിയെ, കുട്ടികളുടെ പ്രോഗ്രാമിനാണ്, അതൊക്കെ സഹകരിക്കാനായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ എത്ര കൂട്ടത്തോടെ നിൽക്കാന്നുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, അത് ഫാമിലി ആയിട്ട് അത് ആ ബോണ്ടിങ് ഞങ്ങളെ കൂടുതലായിട്ട് കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ഇത് ചെയ്യാമെന്ന് അവരത് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതും കൂടെ നമ്മളെ കൂടുതൽ ഇവരുമായിട്ടുള്ള ബോണ്ടിങ്ങും ഈ തറവാടുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു കാര്യം. ഇവര് ദേ ആർ ഇൻസ്പയറിംഗ് അതർ കമ്മ്യൂണിറ്റീസ് ഓൾസോ ടു ഡു ദ സെയിം തിങ്. എനിക്ക് ഫ്രീ ആയിട്ട് ഒരാളോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് തറവാട്. അത് എന്റെ തറവാട് എന്നുള്ള ഒരു ഫീലിംഗിൽ ഞാൻ അവരോട് പറയും, സ്വന്തം റെസ്റ്റോറന്റ് ആയിട്ട് പറയും. എന്നാ വെച്ചാൽ ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ സ്നേഹം ഉണ്ടെന്നുള്ളതല്ലേ ഉള്ളൂ. ഇവിടെ വന്നത് ഇവിടുത്തെ കൊളീഗ്സ് ആണെങ്കിലും അതെ, ആണെങ്കിലും പിന്നെ സിബി ആണെങ്കിലും കൂടെ നിൽക്കുന്നവരെ എല്ലാരെയും കൂട്ടി യോജിപ്പിക്കുന്ന, അതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ജോലിക്കാര്യത്തിന് ഒരു കുട്ടി ഇവിടെ വന്നിട്ട് ജോലിയില്ലാതെ വിഷമിച്ചപ്പം ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോ അതിനെന്താ സാറേ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ചോദിച്ചു. വിളിച്ച ഉടനെ ജോലി കൊടുത്തു. അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ തറവാട്ടിന്റെ ഓണേഴ്സിന്
നന്നായിട്ടുണ്ട്. അത് ഇതിനേക്കാൾ ഫാർ ബിയോണ്ട് ഫുഡ് ഫുഡ് ബെസ്റ്റ് ആണ്. പക്ഷെ അത് തറവാട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവരുടെ ആ യൂണിറ്റി ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് അവർ ഒരു ഇത് ഡിഫറൻസിയേഷൻ എല്ലാരും വർക്ക് ടുഗദർ ആണ് അവര്. അത് പക്ഷെ കാണാൻ തന്നെയുണ്ട്. ഇപ്പൊ സ്റ്റാഫ് ആണെങ്കിൽ നല്ല ചെയർഫുൾ ആണ്. ഒരു പോസിറ്റീവ് എൻവയറമെന്റ് തന്നെ തറവാട് നമുക്ക് ഫീൽ ചെയ്യും. അതെ, നമ്മള് നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഓണേഴ്സ് സെപ്പറേറ്റ് വർക്കർ സെപ്പറേറ്റ് അങ്ങനല്ല. ഇവിടെ അവര് ഡോസ്റ്റ് അങ്ങനെ ഒന്നും ചെയ്യാതെ കൂട്ടായിട്ട് എല്ലാവരും കളിയും ചിരിയും നമുക്ക് ശരിക്കും കാണാൻ തന്നെയാണ്. അത് വരുമ്പോൾ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് ഒരു ഫീലിംഗും നല്ലൊരു എൻവയോൺമെന്റും സ്വന്തം വീട്ടിൽ വരുന്ന ഒരു ഫീൽ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറയാൻ അറിയില്ല. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ പുതിയ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വരുന്നവരുടെ സന്തോഷങ്ങളും എക്സ്പീരിയൻസും എല്ലാം അവർ പറയുന്നത് കേൾക്കാനും എല്ലാമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേട്ടാലോ. ഹായ്ക്കൊന്നൊരു ശക്തിയില്ല. ഞാൻ പേടിച്ചുപോയി. എന്താ പേര്? ശരൺ. വിനീത്. ആദർശ്. എല്ലാരും എന്ത് ചെയ്യുന്നു? എല്ലാരും വർക്ക് ചെയ്യുക. എല്ലാരും ഒന്നിച്ച് വർക്ക് ചെയ്യുക. എവിടെയാണ്? ഡെന്റൽ ലാബ് ട്രിവാൻഡ്രത്താണ്. ഇവിടെ ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം. എല്ലാരും ഫസ്റ്റ് ടൈം ആണേ. എങ്ങനെയുണ്ട്? വൺ ഡേ എൻജോയ് വൺഡേ ആണല്ലോ നമ്മളിവിടെ വരുന്നത്. അപ്പോൾ വേറെ എന്തൊക്കെ ചെയ്തു ഇത്ര നേരം കൊണ്ട്? എല്ലായിടത്തും കയറി. വാട്ടർ റൈഡും കയറി. ഇനിയിപ്പോ പിഴിഞ്ഞ് പ്രൂഫ് കാണിച്ചു തന്നു വാട്ടർ റൈഡിൽ കയറിയതിന്. ഞാനൊരു സംശയത്തോടെ നോക്കിയതാണ്. വാട്ടർ റൈഡ് കയറിയ മട്ടില്ലല്ലോ. ആ സംശയം എനിക്ക് മാറി കിട്ടി. എങ്ങനെയുണ്ടോ? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇനി ഫാമിലിയൊക്കെ ആയിട്ട് വരണം അല്ലേ? ഇതിലേതോ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ്? ഏറ്റവും ഇഷ്ടപ്പെട്ടതാ മറ്റേ ഊഞ്ഞാലോ? ഊഞ്ഞാൽ കറക്കി എടുക്കണ സാധനമാണ് ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കറക്കി എവിടം വരെ എത്തി? കറങ്ങി 1, 2, 3 ഒക്കെ എണ്ണിയോ? 5 വരെ എണ്ണി. അപ്പോഴേക്ക് താഴെ എത്തിയില്ലേ? എന്താണ് സൈലന്റ് ആയിരിക്കുന്നത്? കറങ്ങി കിറങ്ങി കഴിച്ചിട്ട് സെറ്റിൽ ആയിരിക്കണം. ഇനി എന്താ അടുത്ത പരിപാടി? വീണ്ടും സെക്കൻഡ് റൗണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് റൗണ്ട് വേവ് പൂളിലേക്ക് റെയിൻ ഡാൻസിനൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. ഒരു ചെറിയ ചോദ്യം ചോദിച്ചാലോ? റെഡി? ഉരുട്ടാം വിരട്ടാം, പക്ഷെ എടുക്കാൻ പറ്റൂല. ഇപ്പൊ കിട്ടും. എടുക്കാൻ പറ്റൂല. ചിന്തിക്കൂ. ആദ്യം നിങ്ങളൊന്ന് ചിന്തിക്കേ, എന്നിട്ട് ക്ലൂ തരാം. ചിന്തിക്കൂ. കുസൃതി ചോദ്യമാണ്, കൊച്ചു ചോദ്യമാണ്. എന്തൊരു ഗഗനമായ ചിന്തയാണ് ചെറിയൊരു ചോദ്യത്തിന് നടന്നത്. കുത്തിയിരുന്ന കാലമൊക്കെയാണ്. കിട്ടിയാവല്ലോ?
കിട്ടിയാ കുളു ഇല്ലാത്ത പരിപാടിയല്ല അല്ലേ? ഓക്കെ. ക്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവമാണ്. കണ്ണ്. അത് ആരോ പറഞ്ഞു തന്നെയല്ലേ? കൂട്ടുകാര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാരൻ ഗ്രൂപ്പിന് പുറത്തു നിന്ന് ആൻസർ വിളിച്ചു പറഞ്ഞതാണ് കണ്ണ്. അപ്പൊ കണ്ണ് തന്നെയാണ് ആൻസർ. ഈശ്വര, തൽക്കാലം നമുക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട. അല്ല, അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഒരു ഗിഫ്റ്റ് തരാം. ആർക്കാ ടീഷർട്ട്? ഈ ദാനശീലനായ ഒരു കൂട്ടുകാരനാണല്ലോ. പോകുന്ന വഴിക്ക് ഇതിനൊക്കെ ചേർത്ത് ഇവരെ കൊണ്ട് വാങ്ങിപ്പിക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നൈസ് ടോക്കിംഗ് ടു യു. നല്ല ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഇനിയും അടിച്ചു പൊളിക്കുക, ഇനിയും ഹാപ്പി ലാൻഡിൽ വരിക, ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ഓക്കെ, സി യു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ബായ് പറഞ്ഞാലോ? ബൈ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. focus123@gmail.com എന്നതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കുക. ഞാൻ സുകന്യ ജയറാം. ബൈ. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by ACM Care. Co-powered by Global Laboratories and Testing LLC. Co-presents Mama's International Foods. This program is brought to you by Tharwad Restaurant, UK.